കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതെന്നാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ നാവിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ നാവിനെ കുറിച്ച് പഠിച്ചിട്ട് എന്തെങ്കിലും കൂടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായോ? അപ്പൊ കേട്ടതെല്ലാം വിഴുകി ഇനി അടുത്തത് കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി. അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഇല്ലേ? എന്തെങ്കിലും പറയാൻ പോകുമ്പോ കഴിഞ്ഞാൽ ആരും പിടിക്കുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ സംസാരിക്കാൻ പോകുമ്പോ കഴിഞ്ഞാൽ ആരെങ്കിലും പിടിക്കുന്നുണ്ടോ? ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറകോട്ട് വലിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലെ രണ്ടാമത്തെ ഭാഗമായി നമ്മൾ എടുത്തിരിക്കുന്നത് കാത് എന്നുള്ളതാണ്, ചെവി. നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നത് കാത് എന്നുള്ളതാണ്. കാതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. കാതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം? ബൈബിൾ ക്ലാസ്സാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് നമുക്ക് പോകാം അല്ലെ? കാതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? സകലം റെക്കോർഡ് ചെയ്യുന്ന സംഗതി കാതാണ്. പിന്നെ കാതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് കാത്. എനിക്ക് ഇച്ചിരി ഭംഗി കുറവാണെങ്കിൽ ഞാൻ 2 കുത്ത് ഇവിടെ കുത്തു, അതുപോലെ ഇവിടെ 2 കുത്ത് കുത്തു, മോളിലും കുത്തു. പണ്ടത്തെ അമ്മച്ചിമാരെ കണ്ട ഇന്നത്തെ കാലത്ത് കാണാനില്ല. കട്ടയും മുമ്പ് കൊടുത്ത അമ്മമാര് മുമ്പൊക്കെ ഇട്ടിങ്ങനെ ചെവിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. ഈ കാതിന് മനുഷ്യൻ വില കൽപ്പിക്കുന്ന വസ്തുക്കളെ കൊണ്ട് അലങ്കാരമാക്കി മാറ്റും. സ്വർണം, വെള്ളി, വജ്രം, ഡയമണ്ടൊക്കെ എന്തിനാ ഈ കാതെ കൊണ്ട് വെക്കുന്നത്? ഈ കാതെ കൊണ്ട് വെക്കുന്നത് എനിക്കെന്തോ സൗന്ദര്യത്തിന്റെ കുറവുണ്ട്, എന്നെ നോക്കാതെ ആൾക്കാർ എവിടെ നോക്കിക്കോണം? എന്റെ കാതെ നോക്കിക്കോണം. അപ്പൊ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ദൃഷ്ടിദോഷം മാറ്റാൻ ഈ കാതിന് സാധിക്കും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ കാതിൽ ശ്രദ്ധ പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വസ്ത്രത്തിന് ഒത്ത കളറിലുള്ളത് കാതിലും അല്ലേ? പച്ചയ്ക്ക് പച്ച, ചുമപ്പിന് ചുമപ്പ്, കറുപ്പിന് കറുപ്പ്, കൊളുത്ത് നീളം, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നറിയാം ചെവിയെ. പക്ഷെ ദൈവം ഈ ചെവിയെ സൃഷ്ടിച്ചത് എന്തിനാ? കേൾക്കുവാൻ. എന്ത് കേൾക്കുവാൻ? ആദാമേ നീ എവിടെ? ഹവ്വാ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി മനുഷ്യന് വെച്ചു കൊടുത്തൊരു സംഗതിയാണ് കാത്. കാതുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. സ്ത്രീയുടെ സൗന്ദര്യം കാതുകളിലാണെന്ന് സ്ത്രീകൾ വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് പുരുഷന്മാരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെവി മാത്രം കുത്തി കുറച്ച് സ്റ്റെല്ലാക്കി ഇടുന്നുണ്ട്. ഈ കാതിന്റെ പ്രത്യേകത, ഈ കാതിലൂടെ കേൾക്കുന്നത് എന്തും ഡയറക്റ്റ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി സ്റ്റോറേജ് ആണ് ഹൃദയം. കാതിൽ കേൾക്കുന്ന സംഗതി സ്റ്റോർ ചെയ്യപ്പെടുന്ന എവിടെയാണ്? ഹൃദയത്തിലാണ്. അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മളോട് ഒരാൾ വഴക്കുണ്ടാക്കിയത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ തലച്ചോറില്, നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് തലച്ചോറിൽ എന്ത് ചെയ്യുന്നു? വചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സംഗ്രഹിക്കുന്നു. വചനങ്ങൾ നമ്മൾ വായിക്കും. ബുദ്ധിയാണ് തലച്ചോറിലുള്ളത്. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ശരീരത്തോട് കമാൻഡ് ചെയ്യുന്ന പവറാണ് തലച്ചോറിന്. എന്നാൽ സ്റ്റോറേജ് എവിടെ ഉണ്ട്? തലച്ചോറിനുണ്ട്. തലച്ചോറിനുണ്ട്, സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ
നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം എവിടെ സംഗ്രഹിക്കണം? അതാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ട ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് വേണ്ടിയതും വേണ്ടാത്തത് എല്ലാം കേൾക്കുന്നത് ഇതിലൂടെയാണ്, കാതുകളിലൂടെയാണ്. ഞാനാ തീരുമാനിക്കുന്ന എന്ത് തിരഞ്ഞെടുക്കണം, ഏത് തിരഞ്ഞെടുക്കണം, ഏത് സംഗ്രഹിക്കണം, ഏത് മൈൻഡ് ചെയ്യാതെ വിടണം. നമ്മൾ പറയാമല്ലോ, ഒരു കാര്യം കൂടെ കേട്ട് ആ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ കേട്ട് മറ്റേ കാര്യം കൂടെ വിട്ടേരെ. അതൊന്നും വലിയ സംഗതിയൊന്നും, സീരിയസ് ആയിട്ടുള്ള സംഗതിയൊന്നും അല്ല. അങ്ങനെ നമുക്ക് വിട്ട് കളയാൻ പറ്റുന്ന ഒന്നാണോ നമ്മൾ ചെവി കൂടെ കേൾക്കുന്നത്? എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ പറയില്ലേ, അന്ന് എന്നോട് നീ പറയുന്നത് ഓർക്കുന്നുണ്ടോ എന്ന്? പറഞ്ഞ ആൾ മറന്നുപോയി. ഹൃദയത്തിൽ സംഗ്രഹിച്ച ആള് ചോദിക്കുന്നത്, അന്ന് നീ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ടോ? മരിച്ചാലും തീയില്ല. ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഞാൻ മരിച്ചാലും മറക്കത്തില്ല. മറക്കാത്തൊരു കാര്യം അത് സംഗ്രഹിച്ചിരിക്കുക, സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, ദൈവം കാത് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ ശബ്ദം കേൾക്കുവാനും പിന്നെ ദൈവവചനം കേൾക്കുവാൻ പിന്നെ എനിക്ക് കാത് ഉപയോഗിക്കുന്നത് നല്ലത് കേൾക്കുവാൻ. അപ്പോൾ അതിനർത്ഥം തീയതുണ്ട് ഇല്ലേ? നല്ലതുമുണ്ട്, തീയതുമുണ്ട്. അപ്പോ നമ്മൾ ഏത് കേൾക്കണം? നല്ലത് കേട്ട് അതനുസരിക്കണം. നിങ്ങൾ കേൾക്കുന്നത് എന്ത് ചെയ്യണം? ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നിങ്ങൾ കേൾക്കുന്നത് അനുസരിച്ച് നടക്കണം, അല്ലേ? നിങ്ങൾ കേട്ട വചനം അനുസരിച്ച് ഈ വചനം കേട്ടത് ഇതിലെ കേട്ടിന്റെ കാര്യമാണെങ്കിൽ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ശോധന വരുമ്പോ, പ്രയാസം വരുമ്പോ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതെടുത്ത് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, വചന ഹൃദയത്തിൽ ഇല്ലെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നല്ലതുമുണ്ട്, തീയതുമുണ്ട്. അപ്പൊ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്താ? കാത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച സബ്ജക്ട് നാവ്. അപ്പൊ നാവിനെ കുറിച്ച് എന്താ പ്രസംഗിക്കാൻ 1.5 മണിക്കൂർ നമ്മൾ പ്രസംഗിക്കും നാവിനെ കുറിച്ച്. ഇന്ന് നമ്മൾ കാതിനെ കുറിച്ച് പറയാൻ പോകുന്നു. അതിനു മുമ്പ് ഹല്ലേലൂയ നമ്മൾ ചില മാനസികമായിട്ടുള്ള ചില ആലോചനകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കാതുകൾക്ക് വേർപാട് ആവശ്യമാണ്. എന്താവശ്യമാണ്? എന്താ പറഞ്ഞതിന് അർത്ഥം? കേൾക്കരുതാത്തത് കേൾക്കരുത്, ദൈവികമല്ലാത്തത് പറയുന്ന ഇടത്ത് പോയി ഒരു ദൈവ പൈതൽ കാത് തീരുത്, ഒളിഞ്ഞിരുന്ന് കേൾക്കുവാൻ നീ എന്ത് ചെയ്യരുത്? ശ്രമിക്കരുത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. ഏതാണ് കേട്ടത്? കുറ്റമല്ല. ദൈവവചനം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാനാണ് കാത് ദൈവം തന്നിരിക്കുന്നത്. ഈ കാതിലൂടെ നമ്മൾ ഒരു കാര്യം കേൾക്കുകയാണ്. കാതിലൂടെ നമ്മൾ ഒരു കാര്യം കേൾക്കുകയാണ്. ഈ കേട്ട സംഗതി നമ്മുടെ ശരീരം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് ആ അവയവത്തോട് എന്ത് ചെയ്യണം? കമാൻഡ് ചെയ്യണം. നമ്മൾ കേൾക്കുകയാണ്, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ പേര് വിളിക്കാറ്, നമ്മുടെ അപ്പനോ അമ്മയാണെങ്കിൽ സജിൻ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വിളിക്കാം, സജിൻ. ഈ കേട്ടത് പെട്ടെന്ന് എവിടെ ചെല്ലും? ബ്രെയിനിൽ ചെന്നിട്ട് ആക്ട് ചെയ്യുന്നത് ശരീരമാണ്. അപ്പൊ നമ്മുടെ നാവിനോട് തിരിച്ച് റിപ്ലൈ വരും. നമ്മുടെ നാവിൽ നിന്ന് ഈ സാധനം തിരിച്ചു വരും. എന്തോ അല്ലേ? ബുദ്ധിയില്ലാത്ത ആളാണെങ്കിലോ, ബ്രെയിൻ ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ വിളിച്ച തിരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമോ? സാധ്യത കുറവാണ്. നമ്മുടെ ശരീരത്തോട് ഒരു കമാൻഡ് കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് കാത്, ചെവി, കാത്. ഈ കാതിലൂടെ കേൾക്കുന്ന കാര്യം ശരീരത്തോട് കമാൻഡ് കൊടുക്കാൻ സാധിക്കും. എത്ര മണിക്ക് തോന്നുമോ? 6 മണിക്ക്. സഭയിൽ പറയാണ്, നിങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് തോന്നുമ്പോൾ എല്ലാവരും 5:30 ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. തലേ ദിവസം പറഞ്ഞു.
5:30 ആകുമ്പോ പോകണമെന്ന് ശരീരത്തോട് പറഞ്ഞത് കേട്ടതാരാ? എന്നാ കേട്ടെ? ഇന്നലെ. അതെവിടെയാ സംഗ്രഹിച്ചത്? നമ്മുടെ ഹൃദയത്തിൽ അത് മനസ്സിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. എന്തെന്ന്? നാളെ രാവിലെ 5:30 പോകണം. അപ്പൊ നമ്മുടെ ശരീരത്തെ അതിനു വേണ്ടി ഒരുക്കുന്നതാരാ? നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നോരോന്ന് ചെയ്ത് ആ സമയമാകുമ്പോൾ അടിപൊളിയായിട്ട് നമ്മളോട് വരും. ടൂർ പോകാനുള്ള ബസ് കിട്ടേണ്ടി വരും. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തെ ഒരുക്കുന്ന ഒരു അവയവമാണ് കാത്. എന്നാൽ ഏത് തോട്ടത്തിൽ ഈ കാത് ദൈവത്തിൽ നിന്നും അകന്നു. പാമ്പിന്റെ ശബ്ദം കേട്ടു, പാമ്പ് പറയുന്നത് കേട്ടു. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഹൗവ ഇത് നല്ലതെന്ന് കണ്ടു. ഹൃദയത്തിനകത്ത് ആ കേട്ടതിനകത്ത് രൂപാന്തരപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അവളുടെ ഹൃദയത്തെ ഒരുക്കിയ ഒരു അവയവമാണ് കാത്. നാളെ രാത്രി 12 മണിക്ക് കക്കാൻ പോകണം, കൊള്ളയായി പോകണം എന്നൊരു കള്ളൻ വേറൊരു കള്ളനോട് പറയുമ്പോൾ അതിന് തക്കവണ്ണം അവന്റെ ഹൃദയത്തെ, അവന്റെ ശരീരത്തെ ഒരുക്കുന്നത്, ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായതാണ് കാത്. ഈ കാതിനെയാണ് ദൈവത്തിന് ആവശ്യം. ഈ കാത് കൊണ്ട് കേൾക്കാൻ അരുതാത്തത് കേൾക്കരുത്. ഈ കാത് കൊണ്ട് ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തി ആരും ചെയ്യരുത്. മനുഷ്യനല്ല, ദൈവം പൈതൽ അവിടെയാണ് വേർപാട്. അതുകൊണ്ടാണ് നാം ഇതിനെ അണിയിക്കാത്തത്. ഏതുകൊണ്ട്? പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ട്, ആഭരണങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനെ അണിയിക്കാത്തതിന്റെ കാരണം ഇത് ദൈവശബ്ദം കേൾക്കണം. ഞാൻ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ ട്യൂൺ ചെയ്യപ്പെടണം. എങ്ങനെ ട്യൂൺ ചെയ്യപ്പെടണം? വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനം കേൾക്കുന്നതിലും വായിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും ഞാൻ ട്യൂൺ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ എന്റെ മുറിയിൽ ഞാൻ ശബ്ദം കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കുന്ന ശബ്ദം മാനുഷിക ശബ്ദത്തെക്കാൾ ഉപരി ദൈവിക ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഈ മാനുഷിക ഭൂമിയിൽ നാം ഒരുക്കിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. മാനുഷിക ശബ്ദം കേൾക്കുന്നതിൽ കൂടുതൽ ദൈവിക ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതിനെ നാം ഒരുക്കിയാൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ കാതിന്റെ ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ കാതിന്, അല്ലെങ്കിൽ മനുഷ്യന്റെ കാതിന് ഏറ്റവും കേൾക്കുവാൻ ഇഷ്ടമുള്ള സംഗതിയാണ്. ലോകത്തിലുള്ളതും ലോകത്തിന്റെ മോഹവുമാണ് ഇത് കേൾക്കുവാൻ ഇഷ്ടം. കാരണം എന്താ? ഈ ശരീരം ലോകത്തിൽ, ജഡത്തിൽ, മണ്ണിൽ നിർത്തി ശരീരത്തെ ആരവകാശം പറയുന്നു? ലോകം, പിശാച് നമ്മുടെ ഈ ശരീരത്തെ അവകാശം പറയുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ലോകമോഹങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെ ക്യാൻവാസ് ചെയ്യും ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്. വലിയ വീട്, വലിയ കാറ്, വലിയ ജോലി, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉന്നത പദവികൾ, ലോകപ്രകാരം എന്റെയും നിങ്ങളുടെ ശരീരത്തിന് എത്രമാത്രം ഉയർച്ച കൊടുക്കാമോ അത് കൊടുക്കുവാൻ ആര് തയ്യാറാണ്? ഈ പിശാച് തയ്യാറാണ്. എന്ത് ചെയ്താൽ മതി? അവ പറയുന്ന കേട്ട് അനുസരിച്ചാൽ മതി. ദൈവത്തിന്റെ അടുക്കൽ പത്രോസ് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, പത്രോസ് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞങ്ങളെ വിട്ടു പോകരുത്, മരിക്കരുത്. അവിടെ യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. അതിനർത്ഥം ആ പറയുന്നതിന് 1 മിനിറ്റ് മുമ്പ് വരെ പത്രോസിനെ സാത്താനെ എന്ന് വിളിക്കുമെന്ന് പത്രോസ് പോലും ചിന്തിച്ചില്ല. അവൻ കേട്ടതിനെ എതിർത്തു, റിജക്ട് ചെയ്തു എന്നർത്ഥം. ആര്? യേശു കേട്ട മാനുഷിക ആലോചനയെ അവൻ റിജക്ട് ചെയ്തു. നോ, എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ സംസാരിക്കുന്നത് എനിക്കുള്ളതല്ല, നീ സാത്താന്റെ ഹിതപ്രകാരമാണ് നീ സംസാരിക്കുക. അതുകൊണ്ട് അതിനെ പോകാൻ വിളിച്ചത്. അല്ലാതെ പത്രോസ് സാത്താനായതുകൊണ്ടാണോ? അതിലും വലിയ സാത്താനാണ് യൂതയെ കൊടുത്തിട്ടുണ്ടോ?
നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദത്തെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ. എന്ത് കേട്ടാലും അതുപോലെ വിഴുങ്ങരുത്. ഒരു ദൈവവേദനയെ സംബന്ധിച്ച് അവൻ കേൾക്കുന്ന കാര്യങ്ങൾ കണ്ണുടച്ചെറിയരുത്, വിഴുങ്ങരുത്. ഫിൽട്ടർ ചെയ്യണം. എവിടെ ഫിൽട്ടർ ചെയ്യണം? ഈ ചെവിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഹൃദയത്തിലേക്കോ മനസ്സിലേക്കോ മൈൻഡിലേക്കോ കൊടുക്കാൻ. അല്ലെങ്കിൽ കുഴപ്പമാണ്. നമ്മൾ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്ന സമയത്ത് പെന്തക്കോസ്തുകാരുടെ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എന്തുണ്ട്? അതൊക്കെ നമ്മളൊന്നും പറയുന്നില്ലെന്നുള്ളൂ. പബ്ലിക്കായിട്ട് നമ്മൾ അങ്ങനെ ഇന്നതാണ് എന്ന് പറയുന്നില്ല. ചില 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 കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ പെന്തക്കോസ്തിന്റെ ഉള്ളിലുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ നല്ലത് ആര് തിരഞ്ഞെടുക്കും? ഈ കേൾക്കുന്നവർ ചിലർ തിരഞ്ഞെടുക്കും. ഞായറാഴ്ച വെറുതെ ഇടുന്നതാണ് ഉത്തമം. അതൊരു എന്താണ്? അത് പെന്തക്കോസ്തിനകത്തെ ഒരു റൂളാണ്. ആ റൂള് പറയാതെ പറയുകയാണ്. ഞായറാഴ്ച ദിവസം നിങ്ങൾ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ വെള്ളം ഇട്ടു പറയാതെ പറയുക. ഈ പറയാതെ പറയുന്നതിൽ ഞാൻ ക്യാച്ച് ചെയ്യുന്ന സംഗതി എന്താ? അപ്പൊ ആരാധനയ്ക്ക് വരുമ്പോൾ വെള്ളം ഇടുന്നതാണ് നല്ലത്. ഇത് ഞാൻ നമ്മുടെ എന്റെ മനസ്സിലോട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വെള്ളം മാത്രമേ എടുത്തുള്ളൂ. ഇനി ആരെങ്കിലും കറുത്തതിട്ടാൽ അന്ന് സംഭവിച്ചതുപോലെ അതിനെ റിജക്ട് ചെയ്ത് സംസാരിക്കും, നേരെ ഓപ്പോസിറ്റ് സംസാരിക്കും. അല്ലെങ്കിൽ രാവിലെ നമ്മൾ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് വരുമ്പോൾ ആദ്യം 2 പാട്ട് സങ്കീർത്തനം, പിന്നെ 2 പ്രാർത്ഥിക്കുക. ഇതൊരു സിസ്റ്റമായി, കുർബാന പോലെ ഒരു സിസ്റ്റമാക്കി സിസ്റ്റമാറ്റിക്കലായിട്ട് കൊണ്ടുപോവുകയാണ്. പെന്തക്കോസ്ത് ഇങ്ങനെ ചെയ്യാവൂന്ന് ആദ്യം പിതാക്കന്മാർ എന്ത് ചെയ്തു? ഒരു സിസ്റ്റം ഉണ്ടാക്കി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന സഭയ്ക്ക് സിസ്റ്റത്തിനകത്ത് പോകുന്നത് നമ്മൾ എന്താ ചെയ്തത്? അപ്പൊ ദൈവ ശബ്ദം കേൾക്കുവാൻ ചിന്തിച്ചു നോക്കിയേ, കാത് കൂർപ്പിച്ചിരുന്ന ഒരു ജനം ഉണ്ടായിരുന്നു. യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ മലയുടെ മുകളിൽ 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ ഈ കാതുകൾ ദൈവിക ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം 2023 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ആ കാലഘട്ടം വിട്ടിപ്പോ മണിക്കൂറുകളിലേക്ക് ചുരുങ്ങിയിരിക്കുക. ദൈവവചനം പഠിക്കുവാൻ വരാൻ പറഞ്ഞാൽ ഈ കാതുകൾക്ക് എന്തല്ല, അത് ഇഷ്ടമല്ല, അത് കേൾക്കുവാൻ താല്പര്യമില്ല. കാരണം എന്താ? ഈ ജനത്തിന് ആഗ്രഹം ഈ ലോകത്തിന്റെ അധിപതിയുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാൻ. നമ്മുടെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രോജക്റ്റിന്റെ ഒന്നാമത്തെ പുസ്തകം. ദൈവത്തിൽ അതാണ് ഏത് കോടതി സംഭവിച്ചത്. അതിന് പിശാച് ഉപയോഗിച്ച അവയവം ഏതാ? അത് ആദ്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചെന്താ? അപ്പൊ ആദ്യം ഉപയോഗിച്ചല്ല പിശാചിന്റെ നാവാണ് ആദ്യം ഉപയോഗിച്ചത്. ഈ നാവിൽ നിന്ന് വന്നതാണ് ആര് കേട്ടത്? കാത് കേട്ടത് അല്ലേ? അപ്പൊ നാവിൽ നിന്ന് വന്നു, കാത് കേട്ടു, ആരനുസരിച്ചു? അവ ചെയ്തു, അനുസരിച്ചു. എന്തനുസരിച്ച്? അവ എന്താ ചെയ്തേ? ഞാൻ പറ, ടീച്ചറൊക്കെ വീട്ടിൽ വേഗം പറ. അവ എന്താ ചെയ്തേ? മാർഗി പോയോ? ഫ്രൂട്ട് പറിച്ചു തന്നില്ലേ? ഇത് അനുസരിക്കുവാൻ തക്കവണ്ണം കാതിനെ പിശാചിന്റെ ശബ്ദത്തിന് ആരും കൊടുത്തു. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ നല്ലത് ചെയ്യുവാനും തീയത് ചെയ്യുവാനും സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ നീ എന്ത് പറയണമെന്നും നീ എന്ത് പറയരുതെന്നുള്ള സ്വാതന്ത്ര്യാർത്ഥം മനുഷ്യനാണ്. ഞാൻ മനുവിനെ ചീത്ത വിളിക്കണോ എന്ന് ചിന്തിക്കുന്നത്, മനുവിനെ ശാസിക്കണമോ എന്ന് ചിന്തിക്കുന്നത് ആരാണ്? ഞാനോ? ദൈവം ചെയ്യുന്നില്ല, എന്നെ പിടിച്ചു നിർത്തുന്നില്ല. മനുവിനോട് അങ്ങനെ പറയരുത് പറയരുതെന്ന്, അതായത് പറയരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നപ്പോഴാണ് ഈ കടിഞ്ഞാണ് നോക്കണം. ഏത് കടിഞ്ഞാണതാണ്? ഈ നാവിന്റെ മേൽ ഒരു അധികാരത്തെ നമ്മൾ ദൈവത്തിന് കഴിഞ്ഞാൽ വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അധികാരം ദൈവത്തിലുള്ളപ്പോൾ അവരുടെ നോ നോ പറയല്ലേ, മിണ്ടല്ലേ,
സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത് മനുവിനോട് എന്ന് പറയണം. അതിനകത്ത് ദൈവം ചെയ്യില്ല, ഇടപെടില്ല. ചിലര് മാനസാന്തരപ്പെടും, പിന്നെയും തെറ്റ് ചെയ്യും, മാനസാന്തരപ്പെടും, പിന്നെയും തെറ്റ് ചെയ്യും. എന്തേ ദൈവം അവരെ ബ്ലോക്ക് ചെയ്യാതെ? മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വയമായി തീരുമാനിക്കാൻ എടുക്കാൻ ഒരു കഴിവ് ദൈവം കൊടുത്തു. ഈ കഴിവിനകത്തുള്ളതാണ് ആദമിനും ഹവ്വയ്ക്കും കൊടുത്തതാണ് സ്വയമായി തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. എന്ത് സംസാരിക്കണം, എന്ത് കേൾക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പാടണം, കൈ കൊട്ടി പാടണോ കൊട്ടാതെ പാടണോ, ആര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കണം. ഇതൊന്നും ദൈവം പറയുന്നത് അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ ആത്മാവിന്റെ നിറവിൽ ഒരു നദിയിൽ നീന്തി കുടിക്കുന്നത് പോലെ ഈ ദൈവത്തെ ചെയ്യണോ ഇല്ലാതിരിക്കണോ എന്നുള്ളതായി തീരുമാനിക്കുന്നത്. കൈയടിച്ച് പാട്ട് പാടാം, കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോ ചെയ്യണോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ കാതിനകത്തേക്ക് വരുന്നതിനെ ഫിൽട്ടർ ചെയ്യണം. മനസ്സിലായില്ലേ? ഫിൽട്ടർ ചെയ്യണം, ശുദ്ധീകരിക്കണം. എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നമ്മുടെ കാതിലേക്ക് വരുന്നത് അതുപോലെ തന്നെ തീരുത്, വിഴുങ്ങരുത്. നിങ്ങൾ കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യണം. എന്താ പറഞ്ഞോ? ഞാനിവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ട് പോകുമ്പോ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് ശോധന ചെയ്യണം. ഉത്തരവാദിത്വം നിങ്ങളെ. എന്താ പറഞ്ഞത്? നീ കേട്ടത് അതുപോലെ വിഴുങ്ങരുതെന്നർത്ഥം. അപ്പൊ നമുക്ക് കേൾക്കാൻ കൊള്ളാവുന്നതുണ്ട്, കേൾക്കാൻ കൊള്ളാത്തതുണ്ട്. നമ്മുടെ ദൈവം കാത് സൃഷ്ടിച്ചത് ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ പിശാചിന്റെ ശബ്ദം കേട്ട ഹവ്വയ്ക്ക് തെറ്റുപറ്റി. അവർ ഏതൊക്കെ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതിനുശേഷം ഒരു തലമുറ ഉണ്ടായി. ഈ തലമുറ മുഴുവൻ കേൾക്കുന്നതും ചെയ്യുന്നതുമായ പ്രവർത്തികൾ മുഴുവൻ എന്താണ്? പാപമാണ്. അവർ പാപത്തിനകത്ത് ജീവിക്കുക. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആദമിന്റെ ഹവ്വയുടെ ആദ്യ മക്കളാണ് കായീനും ഹാബേലും. രണ്ടാമത്തെ അധ്യായം കഴിയുമ്പോ ആദമിന്റെ വംശപാരമ്പര്യം പറയുന്നുണ്ട്. അതിനകത്തിന്റെ കായീൻ ഹാബേലും ഇല്ലാത്ത ഹാബേൽ മരിച്ചുപോയി, കായീൻ പോയി. ദൈവം ഒരു പാരമ്പര്യത്തെ റീക്രിയേറ്റ് ചെയ്യാം. അതിനെ കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് ഞാനത് പഠിച്ചു വന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽ ഉറയ്ക്കുന്നുണ്ട്. ആദമിന്റെ വംശപാരമ്പര്യം പറയുമ്പോൾ കായീനും ഹാബേലും വന്നു കഴിഞ്ഞ തലമുറകളെ ഒന്നും അവിടെ കാണുന്നില്ല. ഇടയ്ക്ക് വെച്ച് പറയുകയാണ്, എനിക്ക് ഒരു മകനെ വീണ്ടും ദൈവം തന്നു. അവന് എന്ത് പേരിടണം? ശേഷം എന്ന പേരിടണം. ആർക്ക് പകരം? ഹാബേലിന് പകരം. ദൈവം പിന്നെ ആദമിന്റെ വംശപാരമ്പര്യം പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ശേത്തുള്ളതാണ്. അനുസരണക്കേട് വലിയ തെറ്റാണ്. അപ്പൊ കേൾക്കേണ്ടത് ദൈവം ചോദിച്ചു ആരോട്? കായീനോട്. നിന്റെ സഹോദരൻ ആര് കേൾക്കും? കായീൻ കേട്ടില്ലേ? അതിന് മറുപടി പറഞ്ഞില്ലേ? ഞാൻ എന്താ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്, അഹങ്കാരി അല്ലേ? ദൈവത്തോട് ആ പാരമ്പര്യത്തിനകത്ത് അവന്റെ പേരില്ല. മോശ 40 വർഷം ആരെ നടത്തി? ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി. ദൈവത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും കേട്ടിട്ടാണ് മോശ എന്തിരുന്നത് അല്ലേ? ഇന്നത് ചെയ്യാൻ പറയുമ്പോ വടി നീട്ടാൻ പറയുമ്പോൾ വടി നീട്ടും, കമ്പൊടിച്ചിടാൻ പറയുമ്പോൾ കമ്പൊടിച്ചിടും, പാറ അടിക്കാൻ പറയുമ്പോൾ പാറ അടിക്കും, പാറയോട് കൽപ്പിക്കാൻ പറയും. എന്റെ വാഗ്ദത്ത ദേശം ഈ നായകന് കാണാൻ പറ്റാൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതിനെ ഫിൽട്ടർ ചെയ്തില്ല. ആര്? മോശ. കൽപ്പിക്കാൻ പറഞ്ഞപ്പോ അടിച്ചു. അപ്പൊ കേൾക്കുന്ന കാര്യം ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഹൃദയത്തിനകത്തോട് വിടാൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ഈ ശരീരത്തിൽ ഇഷ്ടം എന്താ പറയുക? അയലോകക്കാർക്ക് കുറ്റം പറയുന്നത്.
മക്കളെ കുറിച്ചുള്ള ഏഷ്യ മറ്റൊരു വീട്ടിൽ പോയി പറയുന്നത്. ഇത് കേൾക്കുന്നത് ഒരു രസമാണ്. കാരണം നമ്മുടെ കുറ്റമല്ലേ, അപ്പുറത്തെ വീട്ടിലെ കുറ്റമല്ലേ നമ്മളോട് വന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തോണ്ടി 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 പിന്നെ എന്ത് ചോദിക്കും, അവിടെ അങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ എന്നിട്ടെന്താ അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കാതും നിന്റെ ഹൃദയവും ആരടിയായി. ഇവിടെ പറയുകയാണ്, സുവിശേഷം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചെവികൾ ഒരുക്കമല്ല. എന്താ കാര്യം? സിനിമ പാട്ട് കേൾക്കാൻ നമ്മൾ ഒരുക്കമാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈലിൽ പറഞ്ഞ ഷോർട്സ്, പിന്നെന്താ റീൽസ്, യൂട്യൂബില് ഇതൊക്കെ കേൾക്കുവാനും കാണുവാനും ആസ്വദിക്കുവാൻ ആരോഗ്യമാണ്, ചെവി ഒരുക്കമാണ്. സൺഡേ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം കേൾക്കത്തില്ല. എന്ത് കേൾക്കത്തില്ല? അല്ല, ബൈബിൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. കാത് കേൾക്കത്തില്ല. കാത് നമ്മൾ മറന്നതയാ. കേട്ടവര് മാത്രമേ വന്നിട്ടുള്ളൂ, കേൾക്കാത്തവരൊക്കെ കൂടിയാ. കേൾക്കാൻ അവരുടെ പണിക്ക് ഭയങ്കര തിരക്കാ. അവരറിഞ്ഞിട്ടില്ല ഇന്ന് സംഭവം. അവരുടെ ശരീരത്തിന് കാതിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതാണ് അതിന്റെ കാര്യം. നാവ് ഈ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നാവിന്റെ മേൽ അധികാരം ശരീരത്തിൽ വ്യാപരിക്കുന്നത്. ഭയങ്കര ഡീപ്പായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ചിന്തിക്കുന്ന നിസ്സാര സംഗതിയല്ലേ. നമ്മൾ നാവിനെ കുറിച്ച് പഠിച്ചു. ഞാൻ ഒരു കാര്യം കൽപ്പിക്കുമ്പോ എന്റെ നാവ് അത് പറയുന്ന കാര്യം, ആ പ്രവൃത്തി, ആ പ്രവചനം, ആ വാക്കുകൾ ചെയ്യണമെങ്കിൽ എന്റെ ശരീരം വിശുദ്ധമായിരിക്കണം, എന്റെ അധരം വിശുദ്ധമായിരിക്കണം, ഞാൻ പറയുന്ന ശബ്ദം ദൈവികമായിരിക്കണം, അത് അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരും. അങ്ങനെയാണ് കാതും. അങ്ങനെ തന്നെ കാതും ശുദ്ധിയുള്ള അവയവമായിരിക്കണം. ദൈവ ശബ്ദം കേൾക്കുവാൻ ഏതു സമയത്തും കാതോർക്കണം. അതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശം, പദ്ധതി. എന്നാൽ ദൈവത്തോടു കൂടി ഇരിക്കാതെ ആത്മപിതാക്കന്മാർ ചെയ്തു, പാപം ചെയ്തു, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഈ കാത് ഇനി ആർക്ക് വീണ്ടെടുക്കണം? ദൈവത്തിന് വീണ്ടെടുക്കണം. എങ്ങനെ? ഈ കാതിലൂടെ നിങ്ങൾ അകന്നു പോയത് എങ്ങനെയാണെന്ന് നീ കേൾക്കണം, നീ അത് ഗ്രഹിക്കണം. എങ്ങനെ കേൾക്കണം? നീ കാത് തുറന്ന് കേൾക്കണം. അത് തുറന്ന് കേൾക്കണം. അതിനുവേണ്ടി ദൈവം ലോകത്ത് പ്രവാചകന്മാരെ അയച്ചു. ഒരു ധനവാൻ മരിച്ചു, ദരിദ്രനായ ലാസറും മരിച്ചു. ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: അവനെ ഒരിക്കൽ എങ്കിലും ഭൂമിയിലേക്ക് അയച്ച് എന്റെ സഹോദരന്മാരോട് എന്ത് ചെയ്യണം? അവരുടെ കാതുകളിൽ ഇത് എന്ത് ചെയ്യണം? കേൾക്കണം. അബ്രഹാം പിതാവ് പറയുന്ന റിപ്ലൈ ആണ്, അവിടെ പ്രവാചകന്മാരെ അതിനുവേണ്ടി ആക്കിയിട്ടുണ്ട്. എന്താ അത് ചെയ്തു കൊടുക്കാൻ അനുവദിക്കാൻ? എന്താ ചെയ്തു കൊടുക്കാൻ അനുവദിക്കാൻ? അവർക്ക് നല്ലൊരു കാര്യമാണോ സഹോദരൻ പറഞ്ഞത്? ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ തിരിച്ചു പോകും. ഈ പോയിട്ട് അവരെയൊക്കെ രക്ഷയിലേക്ക് നേടിയിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുവാൻ ശരീരം റെഡിയല്ല. ഏത് കേൾക്കുവാൻ? ദൈവശബ്ദം, ദൈവത്തിന്റെ ആലോചന. ഇത് കേൾക്കാതെ മരിച്ച ധനവാന്റെ അവസ്ഥ എന്താ? ന്യായവിധി വന്നപ്പോ, അല്ലെങ്കിൽ നരകത്തിൽ കിടന്നുകൊണ്ട് തന്റെ സഹോദരന്മാർ നശിച്ചു പോകുന്നു എന്നുള്ള ദുഃഖം വന്നപ്പോൾ അവൻ പറയുകയാണ്, ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആരെ വിടണം? സ്വർഗത്തിൽ നിൽക്കുന്ന ലാസറെ വീണ്ടും വിടണം. പറയാൻ ആൾക്കാര് വന്ന്. അപ്പൊ ഇത് കേൾക്കാൻ ആർക്കുമല്ല, ശരി. അങ്ങനെ അത് ദൈവശബ്ദം കേൾക്കണം, അനുസരിക്കണമെന്ന ശരീരത്തിന് താല്പര്യമില്ല. എന്നാൽ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് ആത്മീയ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന ചില വചനങ്ങളിലൂടെ നാം ശ്രദ്ധിക്കാൻ പോകും. ഒന്നാമത്തെ വാക്യം മത്തായി 13:9. മത്തായി
13:9. ചെവിയുള്ളവൻ ആരോടാ ഇത് പറയുന്നത്? മനുഷ്യനോടല്ല. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവം പറയുകയാണ്. നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ ഒരാളെ പുറകെ നടന്നു പറഞ്ഞാൽ ഇവ കേൾക്കാത്തതിന്റെ കാര്യമാണ്. ഇത് കേൾക്കാനുള്ള ചെവി അവരുടെ തോന്നുന്നു. അല്ലാതെ നമ്മളൊരു തീരുമാനം എടുക്കരുത്, ഇനി നാളെ മുതൽ ഞാൻ നിന്നോട് തീരുന്നില്ല. ഓ, ഇത്ര വർഷമായി ഇതിന്റെ പുറകെ നടക്കുന്നു, നിനക്ക് കേൾക്കാൻ ഒരുക്കുമല്ല, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഈ പരിപാടി ഇല്ലെന്നുള്ളതല്ല. നമ്മൾ അവന്റെ ചെവി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാത്മ മനുഷ്യന്റെ പ്രത്യേകത തുറക്കപ്പെടാത്ത ചെവികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയുണ്ട്. അമ്മയുടെ 2 സഹോദരന്മാരുടെ ഫാമിലി, അമ്മയുടെ സിസ്റ്റർ ഫാമിലി, സിസ്റ്റർ മോളോ മാത്രമേ വിശ്വാസമുള്ളൂ. ബാക്കി എല്ലാവരും സാമുദായിക ഇതിൽ പോകും. ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ മമ്മി പറഞ്ഞു തന്ന വാക്കാണ്, അച്ഛക്ക് വേണ്ടി ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവസന്നിധിയിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോഴും അത് പ്രാർത്ഥിക്കണം. ഹലോ, ഈ 38 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? അവർ വരുന്നത് വരെ പ്രാർത്ഥിക്കുക. അതാ ഒരു ദൈവം ഇതിന്റെ ഉത്തരവാദിത്വം. ഒരു പിതാവും മാതാവും ദൈവസന്നിധിയിലേക്ക് വന്നില്ലെങ്കിൽ, ഒരു ബന്ധുക്കൾ വന്നില്ലെങ്കിൽ, അവരറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ ചെവി തുറക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ തുറക്കപ്പെടുന്ന സമയത്ത് ദൈവശബ്ദം കേൾക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ പൈതലായിരിക്കുന്ന ഞാനും നീയും മനസ്സിലാക്കേണ്ട കുറച്ച് ആത്മീക മർമ്മങ്ങളാണ് ഇതിനകത്തുള്ള ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വാക്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനുഷ്യരെ വിട്ടരെ അവരുടെ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. ഈ പറയുന്ന ദൈവ മക്കളോടുള്ള ആലോചനയാണ്, നമ്മളോടുള്ള ആലോചനയാണ്. സദൃശ്യവാക്യം 22-ാം അധ്യായം 17-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 22:17. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് കേൾക്കേണ്ടത്? ജ്ഞാനികളുടെ വചനങ്ങളെ ചെവി ചായിച്ച് കേൾക്കണം. ആ പറഞ്ഞ വാക്കിനകത്ത് കഴിഞ്ഞ ആഴ്ച പഠിച്ച അതരമുണ്ട് അല്ലേ? അതരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടാതെ പറയുന്ന കാര്യമുണ്ട്, നീ കേട്ട കാര്യം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എവിടെ സൂക്ഷിക്കണം? അപ്പൊ ജ്ഞാനികളുടെ ദൈവത്തിന്റെ വചനത്തെ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തോടെ വിവേചിച്ച് തരുമ്പോൾ ആ വചനങ്ങൾ ചെവിയിലൂടെ ഫിൽട്ടർ ചെയ്ത് അവിടെ സൂക്ഷിക്കണം. ചെവി ചായിച്ച് കേട്ട് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആമേൻ. സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. സഭാപ്രസംഗി 12:13. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലത്. ആ പറഞ്ഞ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിന്റെ സ്ഥാനം നീ കേൾക്കണം. എല്ലാത്തിന്റെ സ്ഥാനം നീ കേൾക്കുന്നത്. നിന്റെ മുമ്പിൽ ഇന്ന് പറയുന്ന ആളുടെ സ്ഥാനം പുള്ളി നമ്മളോട് വിഷമം പറയാൻ വന്നതാണ്, നമ്മളോട് എന്ത് പറയുന്ന പുള്ളിയുടെ വിഷമം പറയാൻ വന്നതാണ്. പക്ഷെ ഇതൊന്നും നീ ഗ്രഹിക്കരുത്. എല്ലാത്തിന്റെ സ്ഥാനം നീ കേൾക്കണം. അവൻ എന്താ പറയുന്നത്? അവന്റെ വിഷമം എന്താ? അവന്റെ പ്രയാസം എന്താ? എന്റെ കൂട്ടുകാരൻ വന്നതിനോട് വിഷമം പറയുമ്പോൾ അത് കേൾക്കണം. ഗ്രഹിക്കരുത്, കേൾക്കണം. എല്ലാത്തിന്റെ സ്ഥാനം കേൾക്കുക. നമ്മള് ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം എടുത്തു? തീരുമാനം എടുക്കണം. കർത്താവേ, കൈകളോട് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ ആദരങ്ങൾ കർത്താവിന് പറഞ്ഞു, എന്റെ കാതുകളും കർത്താവിനെ നിന്റെ ഹിതപ്രകാരം ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. അപ്പൊ നമ്മൾ തീരുമാനം എടുത്തു. എന്റെ കാതുകൊണ്ട് ഞാൻ രീതിയില്ല ദൈവത്തിന്റെ ഹിതമല്ലാത്തത് സംസാരിക്കില്ല. ഇപ്പൊ വായിച്ച വചനത്തിൽ പറഞ്ഞ എല്ലാത്തിന്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടണം. ഇന്നത്തെ തീരുമാനത്തെ എന്ത് ചെയ്യണം? ഓർത്തോണം. ഇന്നത്തെ തീരുമാനത്തെ ഓർത്തോണം. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവവുമായി നമ്മുടെ കാവിനും ഒരു ഉടമ്പടി നമ്മൾ ചെയ്തു. അതുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ദൈവം പറഞ്ഞ കൽപ്പന പ്രകാരം നിന്റെ കാവിനെ നീ എന്ത് ചെയ്യണം? ഉപയോഗിച്ചോണം.
സകല മനുഷ്യർക്കും വേണ്ടത്. നമുക്ക് വേണ്ടതെന്താ? ദൈവ കൽപ്പന അനുസരിച്ച് കാതിനെ ഒരുക്കുക, എല്ലാത്തിന്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക. ഗ്രഹിക്കേണ്ടത് മാത്രമേ ഗ്രഹിക്കാവൂ. യെശയ്യാ പ്രവചന പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാ പ്രവചന പുസ്തകം 29:18. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീക്കി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഏത് നാളിൽ? യേശു ക്രിസ്തുവിന്റെ വരവിൽ ചെകിടന്മാർ കേൾക്കും, കുരുടന്മാർ കാണും, ഭൂമിയിൽ സന്തോഷം വർദ്ധിക്കും. അപ്പോൾ ദൈവിക പ്രവൃത്തി ഉണ്ടാകുമെന്ന് യെശയ്യാവിനോട് ദൈവശബ്ദം യെശയ്യാവ് കേൾക്കുകയാണ്. യെശയ്യാവ് കേട്ട ദൈവശബ്ദം യെശയ്യാവ് വിളിച്ചു പറയുക. അന്നാളിൽ കേട്ടത് അതുപോലെ പറയുകയാണ്. അന്നാളിൽ യേശുവിന്റെ വരവിൽ ചെകിടന്മാർ കേൾക്കും, കുരുടന്മാർ കാണും. ഒരു വലിയ ദൈവ പ്രവൃത്തി നടക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ കേട്ടതെന്ത് ചെയ്യാം? വിളിച്ചു പറയുക. അപ്പൊ നമ്മൾ കേൾക്കുന്ന ദൈവ ശബ്ദം വിളിച്ചു പറയുക ആരോഗ്യമാകണം. ഞാൻ ദൈവമാണോ? അപ്പൊ എന്നോട് സംസാരിച്ച ദൈവശബ്ദമാണോ എന്ന് ആര് തിരിച്ചറിയണം? ആര് ഫിൽട്ടർ ചെയ്യണം? ചെവി ഫിൽട്ടർ ചെയ്യണം. ഈ ദൈവദാസൻ പറയുന്നത് ദൈവികമാണോ എന്ന് ആര് ഫിൽട്ടർ ചെയ്യണം? നിന്റെ ചെവി, നീ കേൾക്കുന്ന വചനം ഫിൽട്ടർ ചെയ്തിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇത് നിന്റെ ആത്മാവിനാൽ പറയപ്പെട്ടതാണോ? എങ്കിൽ ഞാൻ വിളിച്ചു പറയുവാൻ തയ്യാറാണ്. ചില കാതുകൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഞാനത് വിളിച്ചു പറയുന്നത്. അത് പ്രവാചക ശുശ്രൂഷ ആരിൽ ദൈവം കാണുന്നുണ്ട്? മനുഷ്യരിലല്ല, നമ്മളിൽ ദൈവം കാണുന്നുണ്ട്. ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷ. ആമേൻ. വേണ്ടേ? അപ്പൊ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ കാതിനെ ട്യൂൺ ചെയ്യണം. അതിനാസത്തെ കേൾക്കരുത്, അതിനാസത്തെ നമ്മുടെ ചെവി കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാതിനെ ട്യൂൺ ചെയ്താൽ ദൈവശബ്ദം ഞാൻ നീ കേട്ടു, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ തക്കവണ്ണം നിന്റെ ആദരം കൊണ്ട് നീ അത് പ്രസ്താവിക്കും. അവൻ എത്ര പേർ ഒരുക്കമാണ് ദൈവശബ്ദം കേൾക്കുവാൻ? ഹല്ലേലൂയ. ഒരുക്കമാണോ? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 1:45. ആവർത്തന പുസ്തകം 1:45. നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ ദൈവമല്ല. അവന് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അവയുണ്ടാക്കിയവർ അവയെ പോലെ ആകുന്നു എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുണ്ടാക്കിയ, തടി കൊണ്ടുണ്ടാക്കിയ, കല്ലുകൊണ്ടുണ്ടാക്കിയ ദൈവത്തെ ആണെങ്കിൽ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന് കാതുകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കേൾക്കും. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അവൻ കേൾക്കും. ഇവിടെ വായിച്ച വാക്കുകൾ പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വന്ന് എന്റെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് ചെവിയില്ലാത്തത് കൊണ്ടാണോ? അല്ല. നമ്മൾ ആദ്യം വായിച്ച വാക്യമുണ്ട്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് എന്ത് ചെയ്യണം? നല്ലത് മുറിപ്പിക്കണം അല്ലേ? നല്ല വായിച്ചേ. അങ്ങനെ ചെയ്യാതിരുന്നിട്ട് നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് നിലവിളിച്ചത് കൊണ്ടോ കരഞ്ഞത് കൊണ്ടോ കാര്യമില്ല. ആ ശബ്ദം ദൈവം ചെയ്തില്ല, കേൾക്കത്തില്ല എന്നാണ് നമ്മൾ വായിച്ചത്. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാൽ 2 ശമൂവേൽ 7:22. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. നമ്മുടെ സ്വന്തം ചെവി കൊണ്ട് നമ്മൾ കേട്ടു, യഹോവയായ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. യേശു കർത്താവിലൂടെ അല്ലാതെ നമുക്കൊരു രക്ഷ ഇല്ല. ആകാശത്തിന് കീഴിലെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല എന്ന് കേട്ടത് കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത്? ആ
ആ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ തുറന്ന ദൈവത്തിന്റെ ശക്തി. ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു, നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്തു? ആ ദൈവ ശബ്ദം ഗ്രഹിക്കുവാനിടയായിരുന്നു, മനസ്സിലാക്കുവാനിടയായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ച് അതിലെ പറയുന്നത്, അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. അവർ സാക്ഷ്യം പറയുക ദൈവത്തെ കുറിച്ച്. നീ അല്ലാതെ ഇനി ഒരു ദൈവവുമില്ല. നമ്മുടെ സാക്ഷ്യം ആയിരിക്കണം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും യേശു പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നടക്കുന്നതൊക്കെ പോയി യോഹന്നാനോട് പറ. അവൻ ചോദിച്ചു, ഇനി ഞങ്ങൾ വേറൊരുത്തനായി കാത്തിരിക്കണോ? അപ്പൊ യേശു പറഞ്ഞില്ല, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എന്ത് ചെയ്യാം? പോയി പറ. അപ്പൊ അവനിലുള്ള ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയും, ഞാൻ അയച്ചവൻ തന്നെ അവൻ തന്നെ. അപ്പൊ അവൻ ഈ കാര്യമൊക്കെ ചെയ്ത് യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ എഴുതി വെച്ചത്, പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രവചന ശബ്ദങ്ങളെല്ലാം നടക്കുമ്പോൾ ആർക്ക് മനസ്സിലാവും? വഴിയൊരുക്കാവുന്ന യോഹന്നാൻ മനസ്സിലാവും, അവൻ തന്നെയാണ് ദൈവപുത്രൻ. അതുകൊണ്ടാണ് പറഞ്ഞ ഈ കണ്ടത് കേട്ട് പോയി പറയാം. അല്ലാതെ നമ്മളെ പോലെ കണ്ടത് കേട്ട് പോയി പറയാൻ പാടില്ല. യേശു പറഞ്ഞിട്ടുണ്ട്, കണ്ടത് കേട്ടതൊക്കെ അവിടെ പോയി പറയണമെന്ന്. ആണോ? യേശു പറഞ്ഞില്ലേ കണ്ടത് കേട്ടതൊക്കെ പോയി പറയാം? യേശു പറഞ്ഞതിന്റെ ആത്മീയ അർത്ഥം എന്താ? ആ ഇത് കേൾക്കുമ്പോൾ യോഹന്നാൻ മനസ്സിലാവും. ആ കേൾക്കുന്നതിനകത്ത് ഒരു ഫിൽട്ടറിംഗ് നടക്കും എന്നർത്ഥം. ആ ഫിൽട്ടറിംഗ് ചെയ്യുമ്പോൾ യോഹന്നാൻ അറിയാം, ഒരു ദൈവവൈദ്യൻ അറിയാം. എന്ത് പറയാം? ഇപ്പൊ പറയുന്നത്, നീ അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ആ 2 ശമൂവേലിന്റെ പുസ്തകം തന്നെ 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചു. 22-ാം അധ്യായം 7-ാം ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയാം? കഷ്ടത വർദ്ധിക്കുമ്പോഴാണ്, പ്രയാസം വർദ്ധിക്കുമ്പോഴാണ്, പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന, അവന് നിലയില്ലാത്ത കയത്തിൽ അവനിങ്ങനെ ഒഴുകി നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നത്. പക്ഷെ ഈ നിലവിളിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കാത് നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നമ്മൾ വിളിക്കുന്നത്? എന്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. ഞാൻ എന്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. ഒരാശ്രയവും ഇല്ലാത്ത ഞാൻ എന്റെ കഷ്ടകാലത്ത് ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. അപ്പൊ നമ്മുടെ ദൈവത്തിന് കാതുണ്ട്. അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുവാൻ കഴിയും. നമ്മുടെ നിലവിളി അവന്റെ ചെവികളിൽ എത്തി. അവനത് കേട്ടു. നേരത്തെ പറയുന്നു നിലവിളിച്ചു, കേട്ടില്ല. ഇപ്പോ പറയുന്നു നിലവിളി അവന്റെ ചെവിയിലെത്തി. അങ്ങനെയാണെങ്കിൽ ദൈവവിളികളെ നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന ദൈവിക കൽപ്പന പ്രകാരം നമ്മുടെ ചെവിയെ, നമ്മുടെ നാവിനെ ശുദ്ധീകരണത്തോടെ നാം നിർത്തുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ അതരത്തിൽ നിന്നുള്ള പ്രാർത്ഥന എവിടെ ചെല്ലും? ദൈവസന്നിധിയിൽ ചെല്ലും. ദൈവത്തിന്റെ ചെവിയിൽ അത് എന്ത് ചെയ്യും? കേൾക്കുവാനിടയെ ചെയ്യും. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കാത്ത നിന്റെ ചെവിയാണെങ്കിൽ നിന്റെ അതരത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം ചെയ്യില്ല. ദൈവ ശബ്ദം കേൾക്കുന്ന നാവാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. ദൈവ ശബ്ദം കേൾക്കാത്ത ചെവിയാണെങ്കിൽ നീ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവം കേൾക്കില്ല. അതിനപ്പുറം ദൈവത്തിന്റെ ചെവിയിലെന്നല്ല, നിന്റെ അതരങ്ങളുടെ ശുദ്ധീകരണം ദൈവത്തിന് ആവശ്യമാണ്. ആദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടവയവങ്ങളാണ്. 2 സൈഡിൽ ചെവി തന്നിരിക്കുക. പശുവിനൊക്കെ ആണെങ്കിൽ ചെവി ഇങ്ങനെ സൈഡിലായി. തലയുടെ മോളിൽ ചെവികളുള്ളവരൊക്കെ ഉണ്ടോ? മോയല്. പിന്നെ തലയുടെ മോളിൽ ചെവിയുള്ള ജന്തുക്കൾ ഏതൊക്കെയുണ്ടോ? ആര് നോക്കുന്നു ചെവിയൊക്കെ? കുതിരയുടെ ചെവി എവിടെയാ? പട്ടിയുടെ ചെവി എവിടെയാ? പൂച്ചയുടെ ചെവി എവിടെയാ? ഒക്കെ തലയുടെ മുകളിലല്ലേ? നമ്മൾ ഈ ചെവി തലയുടെ മുകളിലുള്ള മൃഗങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരനക്കം കേൾക്കുമ്പോൾ ഒരു ചെവി തന്നെ തിരിയുന്നുണ്ടോ? അത് ഫിൽട്ടർ ചെയ്യുക. എന്തോ ശബ്ദം ഈ കേട്ട സൈഡിൽ നിന്ന് അതിന്റെ ആ കണ്ണം തിരിയും, അങ്ങോട്ട് തിരിയും, അത് കണ്ടുപിടിക്കും. അത് എന്റെ യജമാനായിരുന്നു. പുള്ളി വരയ്ക്കോ അല്ലെങ്കിൽ പുള്ളി വേറെ എന്തെങ്കിലും ചെയ്യോ?
ഇവർക്ക് പരിചയമില്ലാത്തവരാണെങ്കിലും അപ്പൊ പുള്ളിയുടെ ബ്രെയിൻ പറയും നമുക്ക് പരിചയമില്ലാത്ത വരും അച്ഛൻ അതിലൊന്ന് ഓർമ്മ വിളിച്ച് പുറത്ത് കൊണ്ടുപോകും. പുള്ളിയുടെ ഉത്തരവാദിത്വം പുള്ളി ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആദരങ്ങൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ ആരെ കേൾക്കത്തുള്ളൂ. ദൈവത്തിന് ചെവിയിലാകൂടല്ല. ആമേൻ. അടുത്ത വാക്യം നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 19-ാം വാക്യം. 2 ദിനവൃത്താന്തം 24:19. നേരത്തെ നമ്മൾ പറഞ്ഞ സംഗതിയാണ്. അബ്രഹാം പിതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ പ്രവാചകന്മാരെ അയച്ചു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? പ്രവാചകന്മാർ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം അവരുടെ ചെവി എന്ത് ചെയ്യണം? തുറക്കണം. വായിച്ചാല് പ്രവാചകനെ അല്ല, ഇനി മരിച്ചു പോയോ വന്ന് സാക്ഷ വന്ന് പറഞ്ഞാലും അതിന് ചെവി കൊടുക്കത്തില്ല. കാരണം ഈ ശരീരത്തിന് ആവശ്യം ഈ ഭൂമിയിലുള്ള നന്മകളാണ്. സ്വർഗീയമായ നന്മകൾ പ്രാപിക്കുവാനാണ് നാം ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അവൻ ഒരു ഒരുക്കപ്പെടലിന്റെ അനുഭവം ഉണ്ടാവും. ചെവി, കണ്ണ്, കാത്, നാവ്, ശരീരം, കാല്, കൈ, നമ്മുടെ ഇടപെടലുകൾ, സംസാരം, ഇതൊക്കെ എന്ത് ചെയ്യും? ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? ഒരുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കും. കാരണം നമ്മുടെ നിത്യതയ്ക്കല്ല നമ്മളിതുമായി നാം പരദേശികൾ, നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമോ വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം എന്ന് നമ്മൾ പാടി. പക്ഷെ നമ്മുടെ കാതും കയ്യിൽ നാവും ഈ പുള്ളിയുടെ കയ്യിലല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രവാചകന്മാർ വന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വായിച്ച വാക്യപ്രകാരം പറയുകയാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടും അവർ ചെവിക്കൊണ്ടില്ല. അപ്പൊ പ്രവാചകന്മാർ പറയുന്നത് കൊണ്ട് ചെവിക്കൊള്ളത്തില്ല. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യണം? അവരുടെ ഹൃദയത്തെ, അവരുടെ ചെവിയെ തുറക്കണം. ആമേൻ. അത് മനസ്സിലാക്കണം. യോബിന്റെ പുസ്തകത്തില് 12-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു. യോബ് 12:11. ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? കണ്ടോ? ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താ? ഫിൽട്ടർ ചെയ്യുന്നില്ലേ? ഫിൽട്ടർ ചെയ്തില്ലെങ്കിൽ അപകടമാണോ? നാം കേൾക്കുന്ന ഒരു ശബ്ദം നാം ഫിൽട്ടർ ചെയ്യാതെ കേട്ടാൽ, നാം അത് ഗ്രഹിച്ചാൽ പറ്റുന്ന നമ്മൾ ആ തെറ്റ് ചെയ്യുവാനിടയായി ചെയ്യും. പബ്ലിക്കായിട്ട് ഒരാളൊരു ചീത്ത പറയുകയാണ്. ഒരു ചീത്ത പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളോട് ചീത്ത പറയുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുക, ആ ഒരാളെ ഉദ്ദേശിച്ച് എന്നെ വിളിക്കുന്നിരിക്കട്ടെ, ഒരു 13 പേര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഒരാൾ കണ്ടുപിടിച്ചിട്ട് ചീത്ത വിളിക്കുക. ഈ കേൾക്കുന്ന ശബ്ദം ഫിൽട്ടർ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ഇത് കേട്ടത് ചീത്തയാണെന്നറിയാം. സെക്കൻഡ് സ്റ്റെപ്പ് ദൈവിക ശബ്ദമാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണോ? മാനുഷിക ശബ്ദമാണോ ദൈവിക ശബ്ദം? ചീത്തയായതുകൊണ്ട് ഉറപ്പിക്കാം എന്താണ്? മാനുഷിക ശബ്ദമോ വൈശാലിക ശബ്ദമോ? ദൈവിക ശബ്ദമല്ല. എന്ത് ചെയ്യണം? ഹൃദയത്തിലോട്ട് എഴുതിയരുത്. ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അയൽവാസികൾ നമ്മളെ പറ്റി കുറ്റം പറയും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ശോധന ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം. എന്നെ കുറിച്ചാണോ പറയുന്നത്? അതെ, എന്നെ കുറിച്ചാണ്. എന്താ പറയുക? കുറ്റമാണോ? അതെ, കുറ്റമാണ്. ദൈവത്തിൽ നിന്നാണോ? വിട്ടേക്കണം. അല്ലാതെ വീട്ടിൽ വന്നിട്ട് നീ അന്ന് എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് ആര് കേട്ടു? ഞാൻ കേട്ടു. 1 മാസം കഴിഞ്ഞ് പറയുന്ന കാര്യം അത് ഞാൻ പോട്ടെ എന്ന് വെച്ചു. പക്ഷെ 6 മാസം മുമ്പ് നീ പറഞ്ഞു പാത്രപ്പുറത്തിൽ വെച്ച്. അപ്പൊ അതിനർത്ഥം ഈ കേട്ടതും മുഴുവൻ വിട്ടുകളയാതെ വെച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോ പ്രയോഗിക്കും. അങ്ങനെ ആകരുത് ദൈവം. ഇവിടെ വായിച്ച വാക്യത്തിൽ പറയുകയാണ്, ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? 13:1 വായിച്ചത്. എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു, എന്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു. എന്റെ ചെവി അത് കേട്ടു, അത് ഗ്രഹിച്ചു. അതിനർത്ഥം ചെവിയിൽ കൂടെ കേൾക്കുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹിക്കുന്നത്. അതിനർത്ഥം ചെവി മാത്രമുള്ളൂ
അല്ല, രണ്ട് അവയവങ്ങളുണ്ട്. രണ്ടല്ല, രണ്ട് കൂടുതലുണ്ട്. സ്പർശിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. സ്പർശിച്ച് ബ്രെയിൻ ലിപിന്ന് കേൾക്കുമ്പോ കണ്ണ് കാണാത്തവർ വായിക്കുന്ന പുസ്തകത്തിന്റെ ബ്രെയിൻ ലിപി എന്ന് പറയും. അവർക്ക് വടി കൊണ്ട് ഒരിടത്തെ തട്ടി നോക്കിയാൽ അറിയാൻ പറ്റും. അവരുടെ സെൻസ് ഇടപെടുന്നത് കുഴിയാണ്, വെള്ളമാണ് എന്ന് പറയും. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് ഗ്രഹിക്കാൻ പറ്റും. ആ പുക കാണുമ്പോൾ മനസ്സിലാവും അത് മഞ്ഞല്ല, തീയാണ് എന്ന് ഗ്രഹിക്കും. അപ്പൊ കണ്ണുകൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. സ്പർശനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ചില സമയത്ത് നമുക്കിങ്ങനെ പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ വിരലിന്റെ മുമ്പോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ആ പോക്കറ്റിൽ കിടക്കുന്ന ആ കോയിന്റെ സൈഡിൽ തൊടുമ്പോൾ എത്ര പൈസയാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്? 10 പൈസയാണോ 20 പൈസയാണോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ആണോ? നമ്മൾ കണ്ടില്ല, നമ്മൾ തൊട്ടോ. ഞങ്ങൾ പുരുഷന്മാർ പ്ലാൻ ചെയ്യുമ്പോൾ പോക്കറ്റ് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ എന്തോ കിടക്കുന്നു. അപ്പോൾ തന്നെ കൈ പോക്കറ്റിലിടും. ജസ്റ്റ് ഇങ്ങനെ ആ വിരലിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ട് റബ്ബർ ബാൻഡാണോ ഇതിനെ കണ്ടോ? അപ്പൊ സ്പർശനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രഹിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ പറയുന്നത് കാതിലൂടെ ഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ്. കാതിലൂടെ കേൾക്കുന്നത് മുഴുവൻ ഗ്രഹിക്കും. നീ ഫിൽറ്റർ ചെയ്തില്ലെങ്കിൽ, നീ ശോധന ചെയ്തില്ലെങ്കിൽ, നീ കേൾക്കുന്നത് മുഴുവൻ എന്ത് ചെയ്യും? നിന്റെ ഹൃദയത്തിൽ നീ അറിയാതെ കൊണ്ട് ഡംപ് ചെയ്യും. എന്ത് ഡംപ് ചെയ്യാന്ന് പറഞ്ഞാൽ വിശാലം കൊണ്ട് എന്ത് ചെയ്യും? നിക്ഷേപിക്കും. നീ കേട്ടതും കണ്ടതും നീ അനുഭവിച്ചതും മൊത്തം ഒരു ഭാരമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ കിടക്കുക. അതുകൊണ്ട് അവനെ പറയുന്നത് നീ ചെയ്യണം, ശോധന ചെയ്ത് നല്ലത് ചെയ്യണം. അത് വചന മാത്രമല്ല, ഇവിടെ പറയുന്നു ചെവിയെ എന്ത് ചെയ്യണം? ചെവി വാക്കുകളെ പരിശോധിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 34:3 നോക്കിക്കേ. ചെവി എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ ആര് ശോധനയാണ്? ചെവി ശോധനയാണ്. എല്ലാ ദൂതും ദൈവത്തിൽ നിന്നുള്ളതല്ലെന്ന് ആര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ദൂതും, എല്ലാ ശബ്ദവും, എല്ലാ യേശുവും ആരല്ല? ഒത്തിരി യേശുക്കളുണ്ട്, ഒത്തിരി യേശുവിന്റെ ശക്തിയുണ്ട്, ഒത്തിരി യേശുവിന്റെ നാമമുണ്ട്. ഇതൊന്നും എന്തല്ല, ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. അതാ പറഞ്ഞാൽ നിന്റെ ഹൃദയം ചെയ്യണം, അത് തിരിച്ചറിയുവാൻ ഇടയായി ചെയ്യണം. സങ്കീർത്തനം 17:1 എന്താ പറയുന്നു? ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ദൈവത്തോട് പറയുകയാണ്. സങ്കീർത്തന പുസ്തകം 17:1 പറയുക, യഹോവേ നീ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. അപ്പൊ എന്റെ അന്തരം കപടമുണ്ടെങ്കിൽ കപട ഹൃദയമുള്ള ഒരു മനുഷ്യൻ, കപട വാക്ക് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എന്തില്ല? ദൈവം ചെവിക്കൊള്ളില്ല, ദൈവം കേട്ടില്ലെന്നാ പറയുന്നത്. സങ്കീർത്തനം 34:11 നോക്കിക്കേ. 11 വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഇവിടെ പറയുന്ന ഒരു കാര്യം, കുഞ്ഞു കുട്ടികളുടെ ചെവിയെ എന്ത് ചെയ്യണം? ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം. കുഞ്ഞു കുട്ടികളെ കുറിച്ചല്ല അവിടെ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. ചെറുപ്പത്തിലെ ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ കാതിനെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. അവിടെ പോയിരിക്കണം, വചനം കേൾക്കണം, സൺഡേ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ വചനം വായിക്കണം, വായിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കുവാൻ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇവിടെ പറയുന്നു, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവേ. 34:15 വാക്യം വായിച്ചു. അപ്പോൾ ആരുടെ നിലവിളിക്കാ തുറന്നിരിക്കുന്നത്? നീതിമാന്മാരുടെ നിലവിളിക്ക് വേണ്ടി ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുക. നീതി ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരൂ. ഞാൻ പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി ഞാൻ യാചിക്കുന്നു, എന്നെ കിട്ടുന്നില്ല. എന്തോ ഒരു അനീതി എവിടെ ഉണ്ട്? നമ്മുടെ അന്തരങ്ങളിൽ ചലിക്കുന്നുണ്ട്. അതിനെ നമുക്ക് കണ്ടുപിടിക്കും.
94:9 വായിച്ച്. സങ്കീർത്തനം 94:9. ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? അതിനർത്ഥം എന്താ? ദൈവം സൃഷ്ടിച്ച ചെവി എന്ന് പറയുന്നത് അവനും ആദ്യം പറയുന്നത് അവന്റെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കി. അപ്പൊ അവന് ചെവി ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ചെവി വെച്ചത്. അപ്പൊ കേൾക്കുന്ന ദൈവശബ്ദം നമ്മൾ ഗ്രഹിക്കുവാനിടയായി ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സദൃശ്യവാക്യം 4:20 നോക്കിക്കേ. സദൃശ്യവാക്യം 4:20. നമ്മൾ കേൾക്കേണ്ടത് എന്താ? ദൈവത്തിന്റെ വചനത്തിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ കേൾക്കുവാൻ തക്കവണ്ണം നീ എന്ത് ചെയ്യുക? നിന്റെ ചെവിയെ ചായ്ക്കാൻ. അടുത്ത വാക്യത്തിൽ നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 5:13. ാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഉപദേശം കേട്ടപ്പോ അതിനെ തള്ളി കളഞ്ഞു. ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, ഈ ശരീരത്തിന് ഇഷ്ടമല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഇഷ്ടം എന്താ പറയുക? ഉപദേശിക്കാൻ. അതിന്റെ ആശയമൊന്നും ഇല്ലല്ലോ. ഉപദേശിക്കാൻ ആശയമുണ്ടോ? എനിക്കിപ്പോ ആദ്യം ഉപദേശിക്കണമെന്ന് വെച്ചാൽ ആശയം വല്ലതുണ്ടോ? ഇല്ല. എന്നാൽ ആദ്യോട് ഞാനൊരു ഉപദേശം പറഞ്ഞാൽ കേൾക്കാനോ മനുഷ്യനെന്താ ഇഷ്ടമല്ല. എന്തിനാ? ഞാൻ അറിയാത്ത പോലെ കാര്യമാണോ നീ പറയുന്നത് എന്നൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യും? ചോദിക്കും. ഇവിടെ പറയുകയാണ് ആ വാക്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാണെങ്കിൽ ആ വാക്യം മൊത്തം വായിക്കണം. ഉപദേശകന്മാരുടെ വാക്ക് ഞാൻ കേട്ടില്ല. ആ പ്രബോധിപ്പിക്കാൻ വന്ന ദൈവദാസന്മാരുടെ വാക്ക് ഞാൻ കേട്ടില്ല. കണ്ടോ? നമ്മൾ എതിർക്കുന്ന ഈ ശബ്ദങ്ങളൊക്കെ കേട്ട സഭയുടെ മധ്യ, സംഘത്തിന്റെ മധ്യ എല്ലാവരും കേട്ടപ്പോൾ നമ്മൾ കേട്ടതാ. പക്ഷെ നമ്മളത് ഇതില്ല, അത് ഉൾക്കൊണ്ടില്ല. പക്ഷെ അടുത്ത വാക്യം പറഞ്ഞ ശ്രദ്ധിച്ചേ. എങ്ങനെ പരമാസംഗതി വരരുത്? അപ്പൊ ദൈവ ശബ്ദം നാം കേട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ പ്രബോധനങ്ങൾ നാം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആ വചനത്തിൽ പറയുന്നു. സകല ദോഷത്തിലും പെട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അടുത്ത വാക്യം നമുക്ക് വേഗത്തിൽ വായിച്ചു പോകാം. 15:31 വായിച്ചേ. സദൃശവാക്യം 15:31. ശാസനം കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവനായിരിക്കണം? ജീവാത്മകമായ ശാസനം നമ്മൾ ശാസിക്കുമ്പോൾ ദൈവികമായ ശാസനയാണോ എന്ന് കേട്ട് അനുസരിക്കുന്ന ചെവിയുള്ളവനായിരിക്കണം. അല്ലേ? വഴക്ക് പറയുമ്പോ വഴക്ക് പറഞ്ഞത് എന്തിനാണ് മനസ്സിലാക്കി അത് തിരുത്താൻ ആരും റെഡിയാകണം. കേൾക്കുന്ന ജനത്തെ അതാണോ? അതാ പറഞ്ഞ അർത്ഥം. സദൃശ്യവാക്യം 21:13 എന്താ പറയുന്നത്? വലിയ സംഗതിയാണ്. നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കൂട്ട സഹോദരൻ അവന്റെ അവസ്ഥയുടെ പരിതാപ നിമിത്തം നിന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോ നീ കേൾക്കാതെ നിന്റെ ചെവി അടച്ചാൽ അടുത്ത വാക്യമായിരിക്കും. ഇങ്ങനെ ഒരു വാക്യം ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലേ? ഓരോ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന് അകത്തേക്ക് കടക്കുമ്പോൾ അത് ക്രിയ ചെയ്യണം. നമ്മുടെ കൂട്ട സഹോദരൻ നമ്മളോട് ഒരു ആവശ്യം പറയുമ്പോൾ അവന്റെ വേദന കണ്ടറിഞ്ഞ് അത് കേൾക്കുവാൻ ഒരുക്കമല്ലാതെ ചെവി അടച്ചു കളഞ്ഞാൽ ഇനി എത്ര തൊട്ടിയാലും എത്ര പാടിയാലും എത്ര തുള്ളിയാലും ഇതിന്റെ പ്രാർത്ഥന അടച്ചിട്ടില്ല. ദൈവത്തിന്റെ ചെവിയെ അടയ്ക്കും. അടുത്ത വാക്യം 28:9. സദൃശവാക്യം 28:9.
ചെവി ചിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? ദൈവവചനം കേൾക്കാതെ ദൈവത്തിന്റെ വചനം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ ആര് ചെവി തിരിച്ചു കളഞ്ഞാൽ? ദൈവ മക്കൾ തുറന്ന ദൈവം ചെവി തുറന്ന അവർക്ക്, പക്ഷെ എന്ത് ചെയ്യാൻ? അത് കേൾക്കാൻ കഴിയാതെ വന്ന ചെവി എന്ത് ചെയ്യാൻ? മാറ്റുക. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കണ്ടെന്ന് ദൈവം പറയാം. അപ്പൊ ചെവിയെ കുറിച്ച് പഠിക്കണ്ടേ? പഠിക്കണം. ചെവി ഉള്ളവൻ കേൾക്കട്ടെ. നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചു. നമ്മുടെ ചെവി തുറക്കണം. ദൈവവചനം പ്രബോധനം കേൾക്കുമ്പോൾ നമ്മുടെ ചെവി തീരണം തുറക്കണം. എളിയവനോട് നമ്മൾ എളിയവന്റെ അവസ്ഥ കണ്ട്, നമ്മുടെ കൂട്ടു സഹോദരന്റെ അവസ്ഥ കണ്ട് ചെയ്യണം. അവൻ ഒരു കാര്യം പറഞ്ഞത് കേൾക്കണം ഒരുക്കമായിരിക്കണം. ഞാൻ മനുവിനോട് ഒരു കാര്യം പറഞ്ഞാൽ മനുവിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മനു ചെയ്യണം, അത് കൊടുക്കണം. നീ കൊടുക്കാതെ പോയിരുന്നു പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്തിരുന്നോ? ദൈവത്തിന്റെ ചെവിയെ അടയ്ക്കും. ഇതാണ് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിന്റെ സഹോദരൻ, അടുത്തുള്ള വീട്ടിലെ സഹോദരന് വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ആര് ഇടയ്ക്കൊന്ന് പോയി നോക്കണം, ഒന്ന് വിളിച്ച് ചോദിക്കണം. സഹോദരൻ ഭക്ഷണം ഉണ്ടോ, എന്താ കഴിച്ചേ? അവിടെ മര്യാദയ്ക്ക് പോലെ പറയാതിരിക്കുന്ന ഉണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ നോക്കണം, അവന് ജോലിയുണ്ടോ, അവർക്ക് ജോലിയുണ്ടോ, അവിടെ തീ പുകയുന്നുണ്ടോ, അടുക്കളയിലേക്ക് നമുക്ക് കാണാമെന്നൊക്കെയാണ് നോക്കുമ്പോൾ അടുക്കളയിൽ തീ വല്ലതും വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അന്യോന്യം നിലനിൽക്കണം, താങ്ങണം, അന്യോന്യം കൈത്താങ്ങൽ കൊടുക്കണം. സഭയ്ക്കകത്ത് ദൈവമക്കൾ തമ്മിൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ദൈവമക്കൾ തമ്മിലെങ്കിലും എന്ത് ചെയ്യണം? കൈത്താങ്ങൽ കൊടുക്കുന്നവരായിരിക്കണം. ഒരു വേദന വന്നാൽ ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കാൻ യേശുപോയി, കരയുന്നവരോട് കൂടെ കരയുവാൻ യേശുപോയി. എന്താ കാര്യം? അല്ലെങ്കിൽ യേശു നമുക്ക് എന്റെ കരച്ചിൽ എന്റെ പ്രാർത്ഥന അവിടെ ശരിയില്ല, സ്വർഗത്തിലെ പിതാവില്ല, കേൾക്കില്ല, അവൻ ചെവി അടയ്ക്കും. ഒരു ചോദ്യം യേശു ചോദിക്കുന്നുണ്ട് ക്രൂശിൽ കിടക്കുന്ന സമയത്ത്. എന്താ ചോദിച്ചത്? നീ എന്നെ മറന്നോ? ആരോട് ചോദിച്ചേ? പിതാവിനോട് ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? ഈ ഇതെല്ലാം പാലിച്ചു വന്നൊരു വ്യക്തിയാണ് യേശു. യേശു ഒരു ഉപമ പറഞ്ഞ് രണ്ടുള്ളതൊന്നും ഇല്ലാത്തവന്. അപ്പൊ യേശു കാണിച്ചു കൊടുക്കില്ല. യേശു ഈ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ന്യായപ്രമാണപ്രകാരം ജീവിച്ച് ന്യായപ്രമാണത്തിന്റെ നിവൃത്തീകരണം വരുത്തിയവനായ യേശു. ആ യേശു ക്രൂശിൽ എന്താ ഞാൻ എന്തെങ്കിലും തെറ്റിയതുകൊണ്ടാണോ? അല്ല. ഒരു നിമിഷം ദൈവം ചെയ്തു. അവന്റെ കണ്ണുകൾ ആ കാഴ്ച കാണാൻ മറച്ചു. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു ദൈവപൈതലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വേർപാട് വേണ്ടത് ഡ്രസ്സിലല്ല കേട്ടോ. നമുക്ക് വേർപാട് വേണ്ടത് എവിടെയാണ്? നാവില്, കണ്ണില്, ചെവിയില്, കയ്യില്, പഞ്ചേന്ദ്രിയങ്ങളിലാണ് വേർപാട് സൃഷ്ടിക്കുന്നത്. ആമേൻ. അടുത്ത വാക്യം വേഗത്തിൽ വായിച്ചു നമുക്ക് പോകാം. നമ്മൾ വായിച്ച 28:9 യെശയ്യാ പ്രവചന പുസ്തകം 59:1 വായിച്ചാൽ യെശയ്യാ പ്രവചനം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്ര അവർ കേൾക്കാതെ വണ്ണം അവരുടെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. യെശയ്യാ പ്രവചന പുസ്തകം 59:1 അവിടെ പറയുകയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കേൾക്കാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായത് കൊണ്ടുമല്ല. എന്താണ് ദൈവവും നീയുമായുള്ള ബന്ധത്തിന് തടസ്സം? അകൃത്യങ്ങൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ പാപങ്ങളാണ് ഞാൻ നീ തമ്മിൽ പ്രശ്നം. നമ്മൾ ശ്രദ്ധിക്കുന്ന ദൈവം മക്കളെയും ദൈവമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ പറയുക, നിന്റെ അകൃത്യങ്ങൾ നിന്റെ പാപങ്ങളുമാണ് എന്റെ കൈക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തതാണ്, എന്റെ കണ്ണിനെ കാണുവാൻ കഴിയാത്തതാണ്, എന്റെ ചെവിക്ക് കേൾക്കുവാൻ കഴിയാത്തതാണ്. ദൈവം പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ഒരു ശുദ്ധിയുള്ള ആദരമുള്ള, ശുദ്ധിയുള്ള ശരീരമുള്ള, ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളായി നാം ഒരുക്കപ്പെടണം. ക്രമേണ 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 നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കപ്പെടണം. ആ ദൈവിക വിശുദ്ധി അവിടെ പറയുന്നത് എന്റെ തലയോളം നിങ്ങൾ ചെയ്യണം. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കണമെങ്കിൽ പാപം ചെയ്യുന്ന ആദരങ്ങൾക്കകത്ത് വചനം ഇരിക്കത്തില്ല. നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച ഓരോ ദിവസവും മുമ്പോട്ട് പോകണമെന്നാണ് പറയുന്നതിനർത്ഥം. സെക്കൻഡ് പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 7-ാം അധ്യായം 11. അവർക്ക് മനസ്സിലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർക്ക് ചെവി കൊടുക്കാനല്ല, മനസ്സിൽ അവരൊരു കാര്യം ഉറപ്പിച്ചു. നീ എന്റെ ചെവി എന്തില്ല, ഞാൻ കൊടുക്കില്ല, ഞാനൊന്നും കേൾക്കാനെന്തല്ല ഒരുക്കല്ല. നീ എന്നൊക്കെ പറഞ്ഞാലും, ഇനി വാസു വന്നെന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ എത്ര വലിയ വെക്കണം വന്നെന്ന് പറഞ്ഞാലും ഞാൻ എന്തില്ല, ഞാൻ കേൾക്കത്തില്ല. അതിനർത്ഥം ഞാൻ ഹൃദയത്തിൽ ഒരു കാര്യം എന്ത് ചെയ്തു, ഉറച്ചു. ഇനി അതേ ഞാൻ ചെയ്യുന്നുള്ള വാശിയുള്ള, ദുശാഠ്യമുള്ള ജനമായിരുന്നു. അവരെന്ത് ചെയ്തു? അവരുടെ കരങ്ങളെ കൊണ്ട് ചെവി പൊത്തി, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ ചെവി പൊത്തിയത്. അത്രമാത്രം ഹൃദയം കഠിനമായിരുന്നു. എന്നോട് ഇനി സുവിശേഷം ചെയ്യണം, പറയണ്ട. എന്നോട് നീ ദൈവത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പറയണ്ട. എനിക്ക് നീ ദൈവത്തെ കുറിച്ച് എന്ത് ചെയ്യണ്ട, കേൾക്കണ്ടെന്ന്. നീ അറിഞ്ഞ ദൈവത്തെ നീ സേവിക്കും, എന്നോടൊന്ന് പറയാൻ. അവിടെ ഹൃദയത്തിനകത്ത് കാഠിന്യം, ശാഠ്യം എന്ത് ചെയ്തു? വർദ്ധിക്കുവാനിടയായി. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കുകയില്ലതാനും. എന്താ പറഞ്ഞത്? നമ്മൾ കേൾക്കുന്നതെല്ലാം ഗ്രഹിക്കണമെന്നില്ലെന്ന്. നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി ദൈവം പ്രവേശിക്കാൻ കാരണം എന്താണ്? അതിനകത്ത് വിശുദ്ധിയുടെ അവസ്ഥ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ വിശുദ്ധിക്കകത്താണ് ദൈവം ചെയ്യുന്നത്. ആ വിശുദ്ധിയുള്ള ശരീരത്തിനകത്ത്, അതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം 33 അധ്യായങ്ങൾ നമ്മൾ പഠിക്കും. അതിനുശേഷം മനുഷ്യനെ നമ്മൾ വേർപെടുത്തും. മനുഷ്യനെ വേർപെടുത്തിയിട്ട് മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ പഠിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ്. ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ പറ്റി നമ്മളിപ്പോ പഠിക്കുന്നത്. ശരീരത്തെ മലിനമാക്കുന്ന അവയവങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ശരീരത്തെ മലിനമാക്കിയെന്ന് പറഞ്ഞതിനർത്ഥം ദൈവത്തിന്റെ മന്ദിരത്തെ മലിനമാക്കുന്ന പ്രവൃത്തി അവിടെ പറയുന്നത്. നമ്മുടെ ദുശാഠ്യം കാരണം നമ്മൾ ചെവി അങ്ങ് പൊത്തുക. എനിക്ക് കേൾക്കണം, എനിക്ക് വചനം കേൾക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോകുന്നില്ല, എന്നെ വിളിക്കണ്ട. അങ്ങനെ ഒരു ശാഠ്യമുള്ള ഹൃദയം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണു കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ഒരു സൗഖ്യം വരണമെങ്കിൽ, എന്തൊക്കെ വേണം? ചെവി കേൾക്കണം, കണ്ണ് കാണണം, ഹൃദയത്തിൽ ഗ്രഹിക്കണം. അല്ല, ആ വാക്യം പറഞ്ഞാൽ നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കത്തില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. നീ കണ്ണുകൊണ്ട് കാണുന്നില്ല. നിന്റെ മുമ്പില് മരണത്തോട് മല്ലടിച്ച അനേകം ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്നു. ഇത് കണ്ടിട്ട് വന്നില്ല. ഞാൻ ഈ പറയുന്നത് നിന്റെ ഉള്ളിലോട്ട് വന്നില്ല. അയോന്നില്ല. വായിച്ചത് ഇതൊക്കെ ഞാൻ കുറെ കേൾക്കണ്ട. ഇനി എനിക്ക് എന്ത് ചെയ്യണ്ട, കേൾക്കണ്ട. എല്ലാം പറയുമ്പോൾ ഇവരിങ്ങനെ സ്തോത്രത്തിൽ ജാഗരിച്ച് കണ്ണടച്ചെറിയ പറയുന്ന വാക്യം വായിക്കും. അവരിങ്ങനെ ചെവി കൊണ്ട് കേൾക്കുന്നു കുറെയൊക്കെ കേട്ടോളാ. കണ്ണടച്ചിരിക്കുക. നമ്മുടെ ചിന്ത ഇവരത് മൊത്തം അങ്ങ് ഗ്രഹിക്കുവാണ്. ചെവി കൊണ്ട് കേട്ട് പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും സൗഖ്യം വന്നില്ലെങ്കിൽ ഇതിനകത്ത് സൗഖ്യം വരാൻ വേണ്ടി ആര് കിടന്നത്? കൗതി മറിയാം. വീട്ടുകാരും നാട്ടുകാരും സർവക്കാരും എല്ലാം കൗതി മറിയ സൗഖ്യം വരാൻ. പക്ഷെ ഈ സൗഖ്യം വരേണ്ട ഉപയോഗിക്കുന്നില്ല.
മനസ്സിലായില്ല സൗകര്യം നടക്കാതെ നമ്മുടെ ശരീരത്തിൽ സൗകര്യം നടക്കാത്തതിന്റെ കാര്യമായി പറഞ്ഞേ. നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്, കണ്ണടയ്ക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞതിനർത്ഥം ഹൃദയത്തിനകത്തേക്ക് നമ്മൾ അതിനെ കയറ്റുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിനകത്തേക്ക് ഈ വചനങ്ങൾ കയറി ചെല്ലട്ടെ. അടുത്ത വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7:57. അപ്പോസ്തല പ്രവൃത്തികൾ 7:57. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. ചെവി പൊത്തി എന്തിനായിരിക്കും? എന്തിനായിരിക്കും ആ പ്രവൃത്തി അവിടെ ചെയ്യുന്നത്? എനിക്ക് നിന്റെ സുവിശേഷം ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ആരെ ഓടിക്കുക? ഓടിച്ചെന്ത് ചെയ്യാൻ പോവാ? എങ്ങാനും ഞാൻ പോയി പോകുന്ന വഴി, പിന്നെ ഓടിക്കുന്ന വഴിയിൽ എങ്ങാനും ഈ കേൾക്കുന്ന വചനം വെച്ചോ എന്നെ എന്ത് ചെയ്താലോ? ഒരാളെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എങ്ങാനും ഞാൻ നന്നായി പോയാലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ വരുന്നില്ല, പറയാറില്ല. പോയി നിങ്ങളുടെ കൂടെ എങ്ങാനും വന്ന് ഞാൻ നന്നായി പോയാലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വരുന്നില്ല. അവിടെ ചെവി അവർ തന്നെ പൊത്തി, അത് കേൾക്കാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്തു പറഞ്ഞു. ദൈവ മക്കൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ദൈവ ശബ്ദത്തെ മറുതലിച്ച് ആ ദൈവ ശബ്ദം കേൾക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കരുതെന്നാണ് ആ വചനത്തിനർത്ഥം. അടുത്തൊരു വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 11-ാം അധ്യായം 22-ാം വാക്യം. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോടെ പറഞ്ഞയച്ചു. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. നമ്മൾ പഠിച്ചതിനകത്ത് രണ്ടുപേർക്ക് ചെവിയുണ്ടെന്ന് പഠിച്ചു. ആർക്കാ? മനുഷ്യന് ചെവിയുണ്ട്, ദൈവത്തിന് ചെവിയുണ്ട്. പക്ഷെ ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് വേറെ പാർക്കുള്ള ചെവിയുണ്ട്. സഭയ്ക്ക് ചെവി. ഹലോ, സഭയ്ക്ക് ചെവിയുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടമാ സഭ. ദേശത്തിന്റെ അധിപതിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന്റെ പേരാ സഭ. തന്റെ ശിഷ്യന്മാരെ ബന്ധനത്തിനാക്കിയപ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച സഭയാണ്. അവർക്ക് ചെവിയുണ്ട്. നമ്മുടെ സഭയ്ക്കൊരു ചെവിയുണ്ട്. കേൾക്കുന്ന കാര്യങ്ങളിൽ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം സഭയിലുള്ള വിശ്വാസികളുമുള്ള ഒരു സഹോദരൻ വയ്യെങ്കിൽ അത് കേട്ട നിമിഷം അതിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം സഭയുടെ. സഭയ്ക്കും ദൈവം വെച്ചിട്ടുണ്ട്, ഒരു ചെവി വെച്ചിട്ടുണ്ട്. അതാ വാക്യം ഒന്ന് വായിച്ചാൽ മതി. അവരെ കുറിച്ചുള്ള വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ സഭയിലുള്ളവർ അത് കേട്ടപ്പോൾ നമ്മൾക്ക് കാതുകൾ നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ കാതുകൾ എന്ത് ചെയ്യണം? ചലിച്ചുകൊണ്ടിരിക്കണം, തുറന്നിരിക്കണം, ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. ദൈവശക്തിക്കെതിരായി പൈശാചിക ശക്തികൾ ഉയരുന്നു എന്ന് കേൾക്കുമ്പോൾ, ദൈവ മക്കളെ പൈശാചിക തൊട്ടുവെന്ന് കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന എന്ന ആയുധം എന്ത് ചെയ്യണം? നീ ഞാനെടുക്കണം. സഭ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ സഭയ്ക്ക് ഒരു ചെവിയുണ്ട്. അടുത്ത വാക്യത്തിൽ 28-ാം അധ്യായം 26-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 26. കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കുകയും കണ്ണുകൊണ്ട് കാണാതെ ചെവി കൊണ്ട് കേൾക്കാതെ ഹൃദയം കൊണ്ട് ഗ്രഹിച്ചും മനം തിരിയാതെ ഞാൻ അവരെ സൗമ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം കടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണടച്ചിരിക്കുന്നു എന്നീ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം വായിച്ചു അല്ലേ? യെശയ്യാ പ്രവാചകനോട് ആര് പറഞ്ഞു? പരിശുദ്ധി ആത്മാവ് പറഞ്ഞെന്ന്. അപ്പൊ പരിശുദ്ധി ആത്മാവാണ് നമ്മളെ എന്തിരിക്കുന്നത്? ഇത് കേൾക്കുവാൻ തക്കവണ്ണം, ഓൺലൈനിൽ കൂടി ഇത് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ചെവിയെ തുറന്നതും ഈ പരിശുദ്ധി ആത്മാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്തോത്രം. 2 തീമോഥെയോസ്
4:4 വായിച്ചാൽ വേഗത്തിൽ നമുക്ക് വായിച്ചു പോകാം. 2 തിമോഥെയോസ് 4:4. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എന്തിന് ചെവി കൊടുക്കാതെ? ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾക്കുവാൻ തക്കവണ്ണം നിന്റെ കാതുകളെ തിരിക്കുന്ന സമയം വരും, കാലം വരും. എന്താ പറഞ്ഞതിന് അർത്ഥം? അന്ന് ടെലിവിഷൻ ഉണ്ടോ? അന്ന് റേഡിയോ ഉണ്ടോ? എന്നാൽ അതൊക്കെ കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം കെട്ടുകഥകൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? നിന്റെ ചെവിയെ കൊടുക്കുന്ന കാലം വരും. ഇത് പ്രവചന ശബ്ദമല്ലേ? സത്യത്തിന് ചെവി കൊടുക്കാതെ, പ്രവാചക ശബ്ദത്തിന് ചെവി കൊടുക്കാതെ, വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മൾക്ക് എന്താ ഇഷ്ടം? മൊബൈലിൽ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും റേഡിയോയും ഇതിന് ചെവി കൊടുക്കാൻ കെട്ടുകഥകൾ. എവിടെയായി കെട്ടുകഥകളുള്ളത്? എവിടെയുള്ളത്? ലോകത്തിൽ എവിടെയുള്ളത്? കെട്ടുകഥകൾ. സിനിമകൾ കെട്ടുകഥകളാണ്, നാടകങ്ങൾ കെട്ടുകഥകളാണ്, പിന്നെ കഥാപ്രസംഗം കെട്ടുകഥകളാണ്. ഇതൊന്നും ഉള്ളതല്ല. സത്യം കേൾക്കുവാൻ ഈ ചെവി ഒരുക്കമല്ല, കെട്ടുകഥകൾ കേൾക്കുവാൻ ഒരുക്കമാണ്. അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രവാചകൻ എന്ത് ചെയ്യാം? നേരത്തെ വിളിച്ചു പറയുക. 1 പത്രോസിന്റെ 3-ാം അധ്യായം 12-ാം വാക്യം. 1 പത്രോസ് 3:12. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. നമ്മൾ നേരത്തെ വായിച്ച വാക്യം തന്നെയാണ്. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ചെവി തീരുന്നു, തുറന്നിരിക്കുന്നു. നമ്മൾ നീതിമാന്മാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. നിശ്ചയം. വെളിപ്പാട് 2:11. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് ആരോട് സംസാരിച്ചെന്നാ പറയുന്നത്? നേരത്തെ നമ്മൾ വായിച്ചത് സഭയ്ക്ക് ചെവി ഉണ്ട്. ഇവിടെ ആത്മാവ് സഭകളോട് പറയുന്നത്. അപ്പൊ സഭയ്ക്ക് ചെവി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതാരാണ്? സഭയിലുള്ള വിശ്വാസികളാണ്. സഭയുടെ ചെവി എന്ന് പറയുന്നത് സഭയിലുള്ള വിശ്വാസികളാണ്. ഇവിടെ ഈ വാക്യത്തിൽ ആ ഉദ്ധരണിയിൽ നിന്ന് വായിച്ചു നോക്കിക്കേ. എന്താ പറയുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെയുള്ള വിശ്വാസികൾ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. 2-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2:7. അതേ ആത്മാവ് സഭകളോട് 11-ാം വാക്യം വായിച്ചേ. അത് തന്നെ പറയാം. പിന്നെ 3:6 വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ആത്മാവിന് സഭയോട് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിന്റെ സഭയിൽ കൂടി വരുന്ന ദൈവജനത്തോടാണ് ആത്മാവിനെ സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ കേൾക്കുന്നതാരാണ്? സഭയിൽ കൂടി വരുന്ന ദൈവജനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മളൊരു പുതിയ തീരുമാനത്തോടെ ഇറങ്ങണം. കർത്താവേ, എനിക്കൊരു നീതിമാനായി ജീവിക്കുവാനുള്ള കൃപ എന്ത് ചെയ്യണം? എന്റെ മേൽ പകരണം. എന്റെ ഹൃദയത്തെ, എന്റെ ശരീരത്തെ കർത്താവെ കണ്ടുകളച്ചോട്ടെ. ഒരു നിമിഷം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടത് കർത്താവ് അധികം ശ്രദ്ധയോടെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രിയിൽ ഞങ്ങൾ കേട്ടത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെ കർത്താവിന്റെ മന്ദിരമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവിനെയാക്കിയതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു വിശുദ്ധ ദൈവസന്നിധിയിൽ ഒരു വാക്യം ദൈവത്തോട് പറയുകയും കർത്താവേ, എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ കാതുകളെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവഹിതമല്ലാത്തത് കേൾക്കുവാൻ, കർത്താവിനെ ഗ്രഹിക്കുവാൻ ഒരിക്കലും കർത്താവിനെ അനുവദിക്കരുത്. കർത്താവെ, നൽകിയ നേടിയവരോട് കർത്താവെ അവരുടെ വാർത്ത കേൾക്കുവാൻ തക്കവണ്ണം എന്റെ കാതുകളെ തുറക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളിൽ ചെറിയ ആദരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാര്യങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയിലുള്ളവരെ കരുതുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ മാറ്റുമ്പോൾ കർത്താവെ, വേദന അനുഭവിക്കുന്ന, കഷ്ടം അനുഭവിക്കുന്ന നിന്റെ മക്കളെ ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാലത്തെ ബലപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, രാത്രി കാലം ദൈവശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ തുറന്നതിനായി കർത്താവെ, കർത്താവിനെ അനുഗ്രഹിച്ചു. രാത്രിയിലും ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല നാമത്തിൽ അപേക്ഷിക്കുന്ന തുകയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.